ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF ഭരണകാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കുരുക്കിൽ. വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് മറികടന്നാണെന്നുള്ള രേഖകൾ പുറത്തുവന്നു. നടപടിയിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ പ്രതികരിച്ചു. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തത് LDF സർക്കാരിന്റെ കാലത്താണ്. സ്വർണ്ണക്കൊള്ളയിൽ LDF-നും സർക്കാരിനുമെതിരെ UDF ആക്രമണം കടുപ്പിക്കുമ്പോഴാണ് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത് UDF-ന് തിരിച്ചടിയായിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി കണക്കാക്കി അവിടെ തന്നെ സൂക്ഷിക്കണമെന്നാണ് 2012-ൽ ദേവസ്വം കമ്മീഷൻ ഇറക്കിയ ഉത്തരവ്. ഇത് മറികടന്നാണ് 2017-ൽ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ കീഴ്വഴക്കത്തിന് പേരിൽ വാജിവാഹനം കണ്ഠരരാജ് ഇവർക്ക് കൊടുത്തുവിട്ട നടപടി നേരത്തെയുള്ള ഉത്തരവിന് വിരുദ്ധമാണ്. ആചാരപ്രകാരമായിരുന്നു വാജിവാഹനത്തിന്റെ കൈമാറ്റവുമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ വ്യക്തമാക്കുന്നത്. ഞങ്ങൾ ആരും സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടില്ല. അത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു 2012-ലെ ആ അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ്? വാജിവാഹനം പിടിച്ചെടുത്തതിൽ SITക്കെതിരെ തന്ത്രി സമാജവും രംഗത്തെത്തി. ഒരാൾക്ക് കൊടുത്ത സാധനം ക്ലിയർ റെക്കോർഡുള്ള സാധനമാണ് കൊടുത്തേക്കുന്നത്. ആ സാധനം റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുക, അദ്ദേഹത്തിനെ വീണ്ടും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് തൊണ്ടി മുതൽ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കുക. ഇതൊക്കെ ശരിക്കും കമ്മ്യൂണിറ്റി ബ്ലെയിം ചെയ്യാനുള്ള പരിപാടി മാത്രമാണ്. ശബരിമലയിലെ വാജിവാഹനം കൊണ്ടുപോയതിൽ SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം നടത്തുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.